ഹായ് ഗൈസ്, ഇൻഫിൽ ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വീഡിയോകളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് LDRൻ്റെ ഒരു ഇൻ്റർഫേസിംഗ് ആണ് ചെയ്യുന്നത്. LDR നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്നൊക്കെ പറയും. അതായത് ഈ LDR യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ആയി കഴിയുമ്പോൾ, അതായത് ഇരുട്ടായി കഴിയുമ്പോഴത്തേക്ക് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വൈകുന്നേരം ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സ്ട്രീറ്റ് ലൈറ്റ്സ് ചിലതൊക്കെ തന്നെ ഓണാവും. രാവിലെ നേരം വെളുത്ത് സൂര്യൻ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഓഫ് ആവും. ഇങ്ങനെയുള്ള ഡിവൈസസുകൾ, അതായത് ഈവനിങ് ഓൺ ആവുക, മോർണിംഗ് ആകുമ്പോൾ ഓഫ് ആവുക, നൈറ്റ് ഫുള്ള് ലൈറ്റ് തെളിഞ്ഞ് കിടക്കുന്ന ഇങ്ങനത്തെ ഡിവൈസസിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഒരു തരം സെൻസറാണ് LDR. അപ്പം ഈ LDRൻ്റെ എന്ന് പറയുന്നത് ഒരു ഫോട്ടോ റെസിസ്റ്ററാണ്. അതായത് ഈ LDR ഫോട്ടോ റെസിസ്റ്റർ ആവാൻ കാരണം ഇതിൻ്റെ ലൈറ്റ്, അതായത് LDR ഫോട്ടോ റെസിസ്റ്റർ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു റെസിസ്റ്ററാണ്. അപ്പോൾ റെസിസ്റ്റൻസ് തന്നെ കുറയുന്ന സമയത്ത് നമുക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്തേലും ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതായത് ഇരുട്ടാകുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് ഇല്ല, നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്കും, അതായത് ലൈറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഈ വെട്ടമുണ്ടോ വെട്ടമില്ലേ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെയുള്ളൊരു സെൻസറാണ് LDR. അപ്പോൾ നമുക്കിനി LDR എങ്ങനെയാണ് ഇൻ്റർഫേസ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഓൾറെഡി കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കോഡ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ കോഡിനെ കുറിച്ച് ചെറിയതായിട്ടൊരു എക്സ്പ്ലനേഷൻ തരാം. നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സെയിം കോഡ് തന്നെയാണ് ഇതിനകത്തും വരുന്നത്. അപ്പോൾ നമുക്ക് കോഡിലേക്ക് നോക്കാം. അപ്പം കോഡിനകത്ത് A0 എന്ന് പറയുന്നത് LDR, അതായത് A0 എന്ന് പറയുന്ന പിന്നിലാണ് നമ്മൾ LDR കണക്ട് ചെയ്യുന്നത്. 10ാമത്തെ പില്ല് LED ആയിട്ട് നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ LDR ഇൻപുട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, LED ഔട്ട്പുട്ടായിട്ടും. സീരിയൽ ബിഗിൻ 9600 എന്ന് പറയുന്ന ബോർഡ് റേറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സീരിയൽ മോണിറ്ററിൽ വരുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അനലോഗ് റീഡ് LDR എന്ന് പറയുന്ന പിന്നിനകത്ത് റീഡ് ചെയ്ത് വരുന്നത് അനലോഗ് റീഡാണ്. ഇതിനകത്ത് അനലോഗ് റീഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അനലോഗ് റീഡ് ചെയ്തിട്ട് ഡാറ്റ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചു. അത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീരിയൽ പ്രിൻ്റ്LN എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഈഫിനകത്ത് ഇഫ് ഡാറ്റ 100 താഴെയാണ്, അപ്പം റെസിസ്റ്റൻസ് കുറയുന്നതനുസരിച്ച് വാല്യൂസിൻ്റെ അളവും താന്നുകൊണ്ടിരിക്കും. അപ്പം ഇരുട്ടാകുമ്പോൾ റെസിസ്റ്റൻസ് കുറയുമ്പോൾ 100 വരുമ്പോൾ LED ഹൈ ആവുക. അല്ലാത്ത സമയങ്ങളിൽ, അതായത് 100 എബോവ് ആകുമ്പോഴത്തേക്കെല്ലാം നമ്മൾ LED ലോ ആക്കി വെക്കും. അപ്പോൾ നമുക്ക് ഈ കോഡൊന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ കോഡ് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സർക്യൂട്ട് ചെയ്ത് നോക്കാം. സർക്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്തോ ഓൾറെഡി വർക്കിംഗ് ആണോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സർക്യൂട്ടിലേക്ക് പോകാം. ഗൈസ്, നമ്മുടെ കോഡ് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി സർക്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ജമ്പർ വയർ 5 വോൾട്ടിൽ നിന്ന് നമ്മൾ ജമ്പർ വയർ എടുക്കുക. സ്ട്രൈറ്റ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ, അതായത് ഇതാണ് LDR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ LDRൻ്റെ 2 പിൻസോ 2 പിന്നോ ഉള്ളൂ. ഓക്കെ, LDRന് 2 പിന്നോ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പിന്ന് നമ്മൾ 5 വോൾട്ടിൽ കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മളൊരു റെസിസ്റ്റർ എടുത്തു. ആ റെസിസ്റ്ററിൽ നിന്നും നമ്മൾ ഗ്രൗണ്ടിലേക്കാണ് LDR കണക്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഡിജിറ്റൽ റീഡ് ചെയ്തപ്പോഴത്തേക്കും ഒരു ബട്ടൻ്റെ സർക്യൂട്ട് ചെയ്തിരുന്നു. പിന്നെ ഇൻപുട്ട് പുള്ളപ്പും പുൾ ഡൗണും സെയിം സർക്യൂട്ട് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ സർക്യൂട്ട് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു. റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്ന, അതായത് ഈ പോർഷനിൽ നിന്ന് നമ്മൾ പിന്നെടുക്കുകയാണ്. ആ പിന്നെ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് A0 കൊണ്ട് കൊടുത്തു. അതായത് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് പിന്ന്. ഓക്കെ, ഔട്ട്പുട്ട് എടുക്കുന്നത് നമ്മൾ ഈ പിന്നിൽ നിന്നാണ്. അതായത് ഒരു പിന്നിൽ 5 വോൾട്ട് കൊടുത്തു. അതിനുശേഷം ഗ്രൗണ്ട് നമ്മൾ റെസിസ്റ്റർ ഇട്ട് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു. ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് നിന്നാണ്, അതായത് ഈ പോർഷനിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അതിനുശേഷം 10ാമത്തെ പിന്നിലാണ് നമ്മുടെ LED കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ LEDയുടെ പോസിറ്റീവ് 10ാമത്തെ പിന്നിലും ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ട് പിന്നിൽ നിന്ന് നമ്മൾ LEDയുടെ നെഗറ്റീവ് പിന്നിലും കണക്ട് ചെയ്തു. ഇനി നമുക്കൊന്ന് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി സീരിയൽ മോണിറ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്ത് റീഡിംഗ് ആണ് ഇപ്പോൾ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് 570 580 ഒക്കെയാണ് റീഡിങ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇരുട്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കുറച്ചുകൂടെ ഇരുട്ടാകുമ്പോൾ, അതായത് വെളിച്ചം ഉള്ളപ്പോഴത്തേക്കും ഇപ്പോൾ 500 5 എബോവ് ആണ്. നമ്മളൊന്ന് ടോർച്ച് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ വാല്യൂസ് കൂടിക്കൊണ്ടേയിരിക്കും. ഞാനൊന്ന് കൈവച്ച് ഇരുട്ടാക്കുവാണ്. ഓക്കെ, ഞാൻ ഇരുട്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും റീഡിങ് 100ന് താഴെ വന്നു. കണ്ടോ, 70 80 90 ഒക്കെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പം 100ന് താഴെ വന്നപ്പോൾ LED ഓണായി. ഓക്കെ, 100ന് എബോവ് പോയപ്പോൾ LED ഓഫ്. ഇത് ഇരുട്ടത്താണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മളിങ്ങനെ പൊത്തിപ്പിടിച്ചാൽ മതി, അപ്പോൾ ഇരുട്ടാവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ലൈറ്റ് അങ്ങോട്ട് കുറയ്ക്കുക. ഡിപ്പെൻഡിങ് ഓൺ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ LDR എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രീറ്റ് ലൈറ്റ്, ഓട്ടോമാറ്റിക് ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ കൂടെ യൂസ് ചെയ്ത് ഇതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങൾക്ക് LDR മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഇൻ്റർഫേസിങ് സെൻസറുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.